ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ കിഴങ്ങ് കറിയാണ്. ഈ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രവുമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാതെ കിഴങ്ങ് കറി തയ്യാറാക്കാം. കിഴങ്ങ് കറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ഇതിപ്പോ 3ാമത്തെ വിസിലാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കുക്കറിന്റെ ആവിയൊക്കെ മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് കിഴങ്ങ് കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് തിളച്ച് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. പ്രത്യേകം അരയ്ക്കണമെന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും 2 തണ്ട് കറിവേപ്പില ഇറുത്ത് ഇട്ട് കൊടുക്കുക. ഇനി മൊത്തത്തിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നല്ല മൊരിഞ്ഞു കിട്ടും. ഇത് കണ്ടോ, നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി സവാള വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സവാള നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോ 5 മിനിറ്റ് ആയി. കണ്ടോ, സവാള കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അങ്ങനെ മസാലയ്ക്ക് ആവശ്യമായ സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അടുത്തത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികൾ ഇടുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരണം. അപ്പോൾ അതുവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അവിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് കുക്കറിന്റെ മൂടി തുറന്നു നോക്കാം. കണ്ടോ, കിഴങ്ങ് ആവിയെല്ലാം പോയി സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട, കുറച്ച് കഷ്ണമായിട്ട് തന്നെ കിട്ടണം, ഇതുപോലെ. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി കിഴങ്ങും മസാലയും തമ്മിൽ യോജിപ്പിക്കാം. കണ്ടോ, ഇതിപ്പോ നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം. അപ്പോഴേക്കും ഈ 2ാം പാല് വറ്റി കിഴങ്ങ് കറി നല്ല കുറുകുറാന്ന് കുറുകി വരും. ഇതിപ്പോ 5 മിനിറ്റ് ആയി. കണ്ടോ, നല്ലവണ്ണം കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള 1ാം പാല്. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. 1ാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിളപ്പിച്ച് വറ്റിക്കണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കൂടി നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റ് ആയിരുന്നു. തിളച്ച് വന്നത് മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന കറി നമ്മൾ പൂരിയുടെയോ ബെറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ കൂടെയൊക്കെ കഴിച്ചാൽ എത്ര വേണമെങ്കിലും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കിഴങ്ങ് കറി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ. നിങ്ങൾ ഇനി കിഴങ്ങ് കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണേ. പുതുതായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വിഭവങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും നേരുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.